പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം. ഒടുവിൽ തൃക്കരിപ്പൂർ ഐടി നഗറിലെ 23 കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു. കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട്ട് നടന്ന ജില്ലാതല പട്ടയമേളയിൽ ഇവർക്കും പട്ടയം ലഭിച്ചു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. പതിറ്റാണ്ടുകളായി തങ്ങൾ താമസിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി കാത്തിരുന്ന തൃക്കരിപ്പൂർ ഐടിയിലെ ഈ 23 കുടുംബങ്ങൾക്ക് കാഞ്ഞങ്ങാട് ലാൻഡ് ട്രൈബ്യൂണൽ കോടതിയിൽ നടന്ന അവസാന ഹിയറിംഗിന് പിന്നാലെയാണ് പട്ടയം കൈമാറിയത്. 2008 പട്ടയത്തിനായി നടത്തിയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി 6 പേർ ജയിൽവാസം വരെ അനുഭവിച്ചിട്ടുള്ള ഈ ഭൂമി പ്രശ്നത്തിൽ തൃക്കരിപ്പൂർ MLA M രാജഗോപാലന്റെ സജീവമായ ഇടപെടലുകൾ പരിഹാരത്തിന് വേഗം കൂട്ടി. രേഖകൾ കാണുവാനില്ലെന്ന് പറഞ്ഞ് പഞ്ചായത്ത് അധികൃതർ നടപടികൾ നീട്ടിക്കൊണ്ടുപോയ ഘട്ടത്തിൽ ലാൻഡ് ട്രൈബ്യൂണൽ വഴി പട്ടയം നൽകണമെന്ന ശക്തമായ ആവശ്യം ഉയർന്നതാണ് വഴിത്തിരിവായത്. നവകേരള സദസ്സിലും വില്ലേജ് ഓഫീസിൽ നടന്ന അദാലത്തിലും നൽകിയ നിവേദനങ്ങൾ ഈ വിജയത്തിന് പിന്നിൽ നിർണായകമായി. 2023 നവംബറിൽ കാലിക്കടവിൽ നടന്ന നവകേരള സദസ്സിൽ CPIM IT ഈസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനവും തുടർന്ന് 2024 ഒക്ടോബറിൽ തൃക്കരിപ്പൂർ നോർത്ത് വില്ലേജ് ഓഫീസിൽ നടന്ന അദാലത്തിൽ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയും നടപടികൾ ഊർജിതമാക്കി. പഞ്ചായത്തിന്റെ കൈവശം ഭൂമിയുടെ രേഖകളില്ലെങ്കിൽ ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയം അനുവദിക്കണമെന്ന ജില്ലാ കളക്ടറുടെ കർശന നിർദ്ദേശമാണ് നടപടിക്രമങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും പൂർത്തിയാക്കാൻ സഹായിച്ചത്. നമുക്ക് കുടിൽ കെട്ടി താമസിച്ചിട്ട് പിന്നെ ഇതിനൊരു പട്ടയമൊന്നുമില്ല. കുറേ കാലമായി ഈ കൈവശ രേഖയും കൊണ്ട് നമുക്കൊരു വീട് എടുക്കാനോ പിന്നെ ഒരു ലോണോ ഒരു കാര്യമോ ഒന്നും കിട്ടുന്നില്ല. എന്നിട്ട് പഞ്ചായത്ത് പോയിട്ട് കൈവശ രേഖ ഉണ്ടായിരുന്നു, അത് കൈവശ രേഖ പഞ്ചായത്തിൽ വാങ്ങി വെച്ചു. എന്നിട്ട് അവർ കുറേ നാൾ കഴിഞ്ഞിട്ട് പറയുന്നത് പഞ്ചായത്തിൻ്റെ സ്ഥലമല്ല ഇത്, പിന്നെ പട്ടയം നിങ്ങൾക്ക് കിട്ടൂല, വീട് ഇത് ഇങ്ങനെ വെച്ചെന്നല്ലാതെ ഒന്നുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളോട് ഇതാക്കി. ഞങ്ങൾക്ക് 23 പട്ടയം കിട്ടി, നല്ല സന്തോഷത്തിലാണ്. അതിൻ്റെ ആഘോഷമായി നമ്മ ഇവിടെ പിന്നെ നോമ്പ് മുറി ആഘോഷിച്ചു, പിന്നെ ഡാൻസും കാര്യമെല്ലാം നല്ല ഇതിൽ പിന്നെ പട്ടയം വാങ്ങിയിട്ട് സന്തോഷത്തോടെ എല്ലാവർക്കും സന്തോഷമായി. ബാങ്ക് വായ്പയും കിട്ടും, ഇനി പിന്നെ നമ്മളോട് പോകണമെന്ന് പറയുകയും ചെയ്യില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമാണ്. 23 കുടുംബങ്ങൾക്കും നല്ല സന്തോഷത്തോടെ. സിദ്ധുവിൻ്റെ കാര്യമാണ് എല്ലാം, CPMൻ്റെ അവരെ ഒരു ഇതും കൊണ്ട് സിദ്ധു എന്ത് കാര്യത്തിനും നമ്മളുടെ ഇപ്പം ഒന്നിച്ച് തന്നെ ഉണ്ടാവുകയും ചെയ്തു. എല്ലാ തടസ്സങ്ങളും നീങ്ങി പട്ടയം കൈകളിലെത്തിയതോടെ IT നഗറിലെ ഈ കുടുംബങ്ങളുടെ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനാണ് ശുഭപര്യവസാനമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.